ചിരട്ട കൊണ്ട് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് അത്ഭുതപ്പെടുത്തുകയാണ് കോട്ടയം കൈപ്പുഴ സ്വദേശിയായ സന്തോഷ്. ഊന്നുവടി മുതൽ പ്രതിമകൾ വരെ മനോഹരമായാണ് ചിരട്ടയിൽ മെനഞ്ഞെടുത്തിരിക്കുന്നത്. കാണാം ആ കാഴ്ചകൾ. ഈ കാണുന്ന ഊന്നുവടി മുതൽ ഈ ഇരിക്കുന്ന ശ്രീബുദ്ധൻ വരെ ചിരട്ടയിലാണ് നിർമ്മിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? പക്ഷേ വിശ്വസിച്ചേ പറ്റൂ. കാരണം ഇത് കോട്ടയം കൈപ്പുഴ സ്വദേശി സന്തോഷ് ഏട്ടൻ നിർമ്മിച്ചെടുത്തതാണ് ഇതെല്ലാം. കാണാം കോട്ടയം കൈപ്പുഴയിലെ ചിരട്ടയിൽ തീർത്ത വിസ്മയങ്ങൾ. അസുഖം ശരീരം തളർത്തിയ ഒരു ദുരിതകാലം. കിടന്ന കിടപ്പിൽ തുടങ്ങിയതാണ് ചിരട്ട ലോകത്തേക്കുള്ള ഈ യാത്ര. ഇപ്പോഴിതാ മനോഹര ശില്പങ്ങളും കരകൗശല വസ്തുക്കളുമായി ആ യാത്ര ചെന്നെത്തി നിൽക്കുന്നു. സ്വന്തമായിട്ട് പണിത് ഒരു ഇതായതാണ്. നമുക്ക് വേറെ എങ്ങും എനിക്ക് പണിക്ക് പോകാൻ മേലായിരുന്നു. അങ്ങനെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ അതിലിരിക്കുക, അങ്ങനെ ഇരുന്നിരുന്നാണ് ഞാൻ അതുണ്ടാക്കിയത്. നാട്ടിൻപുറത്തെ വീടിന് മുന്നിലെ ചെറിയ കടയാണ് ഉപജീവന മാർഗം. തിരക്കില്ലാത്തതിനാൽ സമയം ധാരാളം. അങ്ങനെ ചിരട്ടയോടുള്ള കൗതുകം കൂടിയപ്പോൾ പിറന്നു മനോഹരമായ ശില്പങ്ങൾ. ശ്രീകൃഷ്ണൻ, ശ്രീ ഗണപതി, ശ്രീനാരായണ ഗുരു, ശ്രീബുദ്ധൻ. അങ്ങനെ ഗുരുദേവനിലായിരുന്നു ആദ്യ പരീക്ഷണം. പിന്നീട് ആവശ്യക്കാരും ഏറി. ഞാൻ വിഗ്രഹമായിട്ട് ആദ്യം ഉണ്ടാക്കിയത് ഗുരുദേവനെയാണ്. അപ്പോൾ അത് എല്ലാവരും അങ്ങ് ഏറ്റെടുത്തു. എനിക്ക് ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞാണ് ഒരു കൃഷ്ണനെ ഉണ്ടാക്കണമെന്ന് എല്ലാവരും പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കി. ഗണപതി ഉണ്ടാക്കി. അങ്ങനെ ഓരോന്നോരോന്ന്. ഇതൊന്നും എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കഴിവാണ്. ആകൃതിക്കൊത്ത് വെട്ടിയൊതുക്കിയ ചിരട്ട ചീളുകൾ ഒട്ടിച്ചു ചേർത്താണ് നിർമ്മാണ രീതി. ക്ഷമയും സമർപ്പണവും കൈമുതലാവണം. ഞാൻ ഉണ്ടാക്കുന്ന എല്ലാം വേറെ ഒന്നുമില്ല, ചിരട്ട മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഞാൻ ഏത് വിഗ്രഹമാണെങ്കിലും ഞാൻ ഇതിന്റെ മുഖമാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പം മുഖം ഉണ്ടാക്കി ക്ലിയർ ആയെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ബാക്കി തുടങ്ങത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം ഒട്ടിച്ചു വന്നിട്ട് മുഖം ശരിയായില്ലെങ്കിൽ എൻ്റെ വർക്കിന്റെ മൊത്തം പോകും. വയലിൻ ഇത് രണ്ടാമത്തെ വയലിനാണിത്. ഒരെണ്ണം കൊടുത്തായിരുന്നു. എനിക്കും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ സൗണ്ട് കേൾക്കുമെന്ന്. ചെറിയൊരു സൗണ്ടാണ് ഞാൻ കാണുള്ളൂ എന്നുള്ള ഇതിലായിരുന്നു. പക്ഷെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ അതിശയായിപ്പോയി. ഒറിജിനൽ ഇതിന്റെ അളവ് തന്നെയാണ് ഈ വയലിനെടുത്തത്. പക്ഷെ കമ്പിയെല്ലാം സെറ്റ് ചെയ്തത് ഞാൻ തന്നെ. അതും എനിക്കറിയത്തില്ലായിരുന്നു. കടയിൽ ചെന്ന് സാധനം ഒന്ന് സെറ്റ് ചെയ്ത് തരാമെന്ന് ചോദിച്ചു. അന്നേരം അവർ പറഞ്ഞ് പറ്റത്തില്ല, അവർക്ക് 3-4 ഓർഡർ ഉണ്ടെങ്കിലേ ഉള്ളൂ. അവര് വെളിയിൽ നാളെ വിളിക്കുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഇതിന്റെ സാധനം തരാമെന്ന് ചോദിച്ചു. അന്നേരം അവരോട് തന്നെ ഞാൻ പറഞ്ഞത് കണ്ണുകൊട്ടന്റെ മാവേട്ടാറാണ്. നമ്മൾ ഈ സാധനം കൈകൊണ്ട് തൊട്ടിട്ടില്ല, ആകെ അളവെടുക്കാനായിട്ടാണ് ഇതൊന്ന് കൈകൊണ്ട് പിടിക്കുന്നത്. അത്ഭുതമാണ് ഈ കലയും കലാകാരനും. പ്രോത്സാഹനം നൽകിയാൽ ഇനിയും തിളങ്ങും. ജനം, കോട്ടയം.